ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ വീണ്ടും RSS ഭാരതാംബ കേരള യൂണിവേഴ്സിറ്റിയിൽ സംഘപരിവാർ അനുകൂല സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് RSS ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചത്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടിക്ക് സർവകലാശാല രജിസ്ട്രാർ അനുമതി നിഷേധിച്ചെങ്കിലും വൈസ് ചാൻസലറുടെ ഇടപെടലിനെ തുടർന്ന് പരിപാടിക്ക് അനുമതി നൽകുകയായിരുന്നു. SFI പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് ഗവർണറുടെ പരിപാടി നടന്നത്. സംഘപരിവാർ അനുകൂല സംഘടന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് RSS ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചത്. സംഭവത്തിൽ SFI ആണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് SFIയുടെ പരാതിയെ തുടർന്ന് ചിത്രം നീക്കം ചെയ്താൽ മാത്രമേ പരിപാടിക്ക് യൂണിവേഴ്സിറ്റി ഹാൾ അനുവദിക്കൂവെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ സംഘാടകരെ അറിയിക്കുകയും ചിത്രം മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ സംഘാടകർ ഇതിന് തയ്യാറായില്ല. സർവകലാശാലയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന നിയമാവലിക്കകത്ത് നിന്നേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ രീതികളുമുണ്ട്. ആ രീതികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ ഒപ്പിട്ട് തന്നതിന്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസിനെ RSS BJP പ്രവർത്തകർ മർദ്ദിച്ചു. മാധ്യമപ്രവർത്തകർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു. ചാൻസലർ കൂടിയായ ഗവർണറുടെ ഇടപെടലിനെ തുടർന്ന് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നൽകുകയും സംഘർഷാവസ്ഥ പോലും കണക്കിലെടുക്കാതെ പരിപാടിക്ക് പങ്കെടുക്കാൻ ഗവർണർ യൂണിവേഴ്സിറ്റി ഹാളിൽ എത്തുകയും ചെയ്തു. പരിപാടിക്കെത്തിയ ആളുകളെയും ഗവർണറെയും കടത്തിവിടാത്തത് ഒരുതരം അടിയന്തരാവസ്ഥയാണെന്ന് ഉദ്ഘാടനത്തിനിടെ ഗവർണർ പറഞ്ഞു. This type of emergency cannot be tolerated. It cannot be. Let us come. If you have different opinion, I have different opinion. Let us come and discuss and do something. SFIയുടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഗവർണർ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജനാധിപത്യപരമായി പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഗവർണറുടെ സംഘപരിവാർ അനുകൂല നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് SFIയുടെ തീരുമാനം. കേരളത്തിലെ ഗവർണർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല എങ്കിൽ ഇങ്ങനെ ഏതൊക്കെ പരിപാടിയുണ്ടോ അവിടങ്ങളിലൊക്കെയും പിൻവാതിൽ അന്വേഷിച്ച് കണ്ടുപറ്റി അതിൻ്റെ മാപ്പ് മുന്നേ തയ്യാറാക്കാൻ ഞങ്ങൾ ആദ്യം തന്നെ രാജ്ഭവനെ അറിയിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായാണ് ഇനിയും സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ SFIയുടെ തീക്ഷ്ണമായിട്ടുള്ള സമരമുറകൾ ഗവർണർ കാണും. പരിപാടികളിൽ മതപ്രഭാഷണം നടത്തരുതെന്നും യൂണിവേഴ്സിറ്റി ചട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതും സംഘാടകർ ലംഘിച്ചു. യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളും ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.